ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഉള്ളതിൽ സന്തോഷം കാണാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് പരിതപിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ചിത്രകേതു. അതുകൊണ്ട് പറയുന്നു 13ാമത്തെ ശ്ലോകം, ന തസ്യ സമ്പദഃ സർവാ മഹിഷ്യോ വാമലോചനാഃ സാർവഭൗമസ്യ ഭൂഃ ച ഇയം അഭവൻ പ്രീതിഹേതവഃ. സാർവഭൗമസ്യ, ചക്രവർത്തിയായ തസ്യ, അദ്ദേഹത്തിന് സർവാഹ സമ്പദഃ, എല്ലാവിധത്തിലുമുള്ള സമ്പത്തുകളും, വാമലോചനാഹ, മനോഹരാംഗികളായ മഹിഷ്യഃ, ഭാര്യമാരും, യം ഭൂഹുച, ഈ ഭൂമി തന്നെയും അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നിട്ട് പോലും അദ്ദേഹം പ്രീതിഹേതവഃ, മനസ്സംതൃപ്തിയുള്ള, തൻ്റെ മനസ്സംതൃപ്തിക്കുള്ള കാരണങ്ങളായി ഇവയെ ഒന്നും കണക്കാക്കിയിരുന്നില്ല. ഇതൊന്നും അദ്ദേഹത്തിന് തൃപ്തിയേന അഭവൻ, കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ തൃപ്തിക്കായിട്ട് ഇതൊന്നും പോരായിരുന്നു. ഇങ്ങനെ ഇരിക്കവെയാണ് അങ്കിരസ് മഹർഷി ചിത്രകേതുവിന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്നത്. 14ാമത്തെ ശ്ലോകം, തസ്യ ഏകദാതു ഭവനം അങ്കിരാ ഭഗവാൻ ഋഷിഃ ലോകാൻ അനുചരൻ ഏതാൻ ഉപാഗച്ഛത് യദൃച്ഛയാ. ഏകദാതു, അങ്ങനെ ഇരിക്കെ ഒരിക്കൽ, ഭഗവാൻ അങ്കിരാഹ, സർവജ്ഞാനിയായ അങ്കിരസ് എന്ന ഋഷി, ഏതാൻ ലോകാൻ അനുചരൻ, ലോകങ്ങളിൽ പലയിടത്തുമായി അങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്, തസ്യ ഭവനം, ഈ ചിത്രകേതുവിന്റെ ഗൃഹത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക്, യദൃച്ഛയാ ഉപാഗച്ഛത്, ആകസ്മികമായി വന്നു ചേർന്നു. എന്നാൽ ആകസ്മികം എന്ന് ചിത്രകേതുവിന് തോന്നത്തക്ക വിധത്തിലാണ് വന്നത്. പക്ഷേ അതും ഒരു മുൻ നിശ്ചയപ്രകാരം ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. തൻ്റെ കൊട്ടാരത്തിൽ വന്ന മഹർഷിയെ യഥാവിധി സ്വീകരിച്ചിരുത്തി. 15ാമത്തെ ശ്ലോകം, തം പൂജയിത്വാ വിധിവത് പ്രത്യുത്ഥാന അർഹണാദിഭിഃ കൃത ആതിഥ്യം ഉപാസീതത് സുഖാസീനം സമാഹിതഃ. പ്രത്യുത്ഥാനം, കണ്ട് ഉടനെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ അർഹണാദിഭിഃ, സത്കാരാദി ബഹുമതികൾ ഇവയോടുകൂടി, തം, ആ മുനിയെ, വിധിവത് പൂജയിത്വ, വിധിയാവണ്ണം ആരാധിച്ച ശേഷം, കൃത ആതിഥ്യം, അപ്പോൾ ഈ മഹർഷിയും ആതിഥ്യം സ്വീകരിച്ച്, സുഖാസീനം, സുഖമായിട്ടിരിക്കുന്ന ആ മുനിയെ, സമാഹിതഃ, മനസ്സംയമനത്തോടു കൂടിയവനായിട്ട്, ഉപാസീതത്, അടുത്തു വന്ന് നമസ്കരിച്ചിട്ട് അവിടെ അരികത്ത് കുറച്ചു നേരം ഈ ചിത്രകേതു ഇരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, നമുക്ക് അങ്ങനെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയുണ്ട്. ഒന്ന് അദ്ദേഹം ഏകാന്തമായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്ന് ഇരുന്ന് കിട്ടിയിട്ട് വേണം എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ എന്നതുപോലെ ചിത്രകേതു അതിനായി കാത്തിരുന്നത് പോലെ മുനി സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ പോയി അരികത്തിരുന്നു. 16ാമത്തെ ശ്ലോകം, മഹർഷിഃ തം ഉപാസീനം പ്രശ്രയ അവനതം ക്ഷിതൗ പ്രതിപൂജ്യ മഹാരാജ സമാഭാഷ്യ ഇദം അബ്രവീത്. ഹേ മഹാരാജാവേ, പരീക്ഷിത്തെ, ആ അങ്കിരസ് മഹർഷി പ്രശ്രയ അവനതം, വിനയം കൊണ്ട് നമ്രശിരസ്കനായിട്ട്, ക്ഷിതൗ, വെറും നിലത്താണ് മഹർഷിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ വെറും നിലത്ത് തൻ്റെ ഉപാസീനം, അടുത്ത് വന്നിരിക്കുന്ന തം, ആ രാജാവിനെ തിരിച്ച് മഹർഷിയും പ്രതിപൂജ്യ, ആദരിച്ചുകൊണ്ട്, സമാഭാഷ്യ, അഭിസംബോധനം ചെയ്ത്,
ഇതം അബ്രവീത്ത്. ഇപ്രകാരം മഹർഷി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചില വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. അങ്കിരാഹ ഉവാച. അങ്കിരസ് മഹർഷി പറയുകയാണ്, അല്ലെങ്കിൽ ചോദിച്ചു എന്നും പറയാം. 17ാമത്തെ ശ്ലോകം. അപി തേ അനാമയം സ്വസ്തി പ്രകൃതീനാം തഥാത്മനഃ യഥാ പ്രകൃതിഭിഃ ഗുപ്തഃ പുമാൻ രാജാ അപി സപ്തഭിഃ. തേ അങ്ങേക്കും, തഥാ അതുപോലെ, ആത്മനഃ അങ്ങയുടെ പ്രകൃതീന അങ്ങയെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രജകൾക്കും, രാജ്യത്തിലെ മറ്റ് അംഗങ്ങൾക്കും, സേനാപതി, മന്ത്രി തുടങ്ങിയ അത്തരത്തിലുള്ളവർക്കും, അഭി അനാമയം സുഖമല്ലേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അവിടെ ഒരു ആശംസയും കൊടുക്കുന്നു, സ്വസ്തി ഞാൻ നന്മ നേരുന്നു. ഇനി ഒരു ആധ്യാത്മിക തത്വവുമായി ബന്ധപ്പെടുത്തി രാജാവിനെ ഒന്ന് ഉപമിക്കുകയാണ്. ഈ രാജാവ് എങ്ങനെയാണോ മന്ത്രി, പുരോഹിതന്മാർ, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ഖജനാവിലെ ധനനിക്ഷേപം, ജനത, കോട്ടകൾ, സൈന്യങ്ങൾ, ഇങ്ങനെ 7 രാജ്യ അംഗങ്ങളാകുന്ന പ്രകൃതികളാൽ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഏതുപോലെ എന്ന് പറയുന്നു. നമ്മുടെയൊക്കെ ജീവൻ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെ 7 തത്വങ്ങളാൽ നമ്മുടെ ജീവൻ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ മഹത്തത്വാദി അഹങ്കാരങ്ങൾ, പ്രകൃതിയിൽ നിലനിൽക്കണമെങ്കിൽ ഇവ വേണം. ഇനി മഹത്തത്വാദി അഹങ്കാരങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ജീവചൈതന്യവും വേണം. അപ്പോൾ ഇവ രണ്ടും എത്രത്തോളം പരസ്പര പൂരകങ്ങളാണ്. ഇതുപോലെ ഈ രാജാവും സപ്തഭിഹി, അതാണ് പുമാൻ യഥ, ജീവാത്മാവിനെ പോലെ രാജാ അഭി, രാജാവും സപ്തഭിഹി പ്രകൃതിഭിഹി 7 തരത്തിലുള്ള പ്രകൃതികളാൽ ഗുപ്തഃ സുരക്ഷിതനാകുന്നു. ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ലേ, അങ്ങേക്ക് സുഖം തന്നെയല്ലേ ശരിക്കും എന്നാണ് അങ്കിരസ് മഹർഷി ചോദിക്കുന്നത്. ഇനി 18ാമത്തെ ശ്ലോകത്തിൽ ഒരു രാജ്യത്ത് ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ എപ്രകാരം രാജാവും പ്രജകളും പരസ്പരം ആശ്രയിക്കുകയും അതുപോലെ തന്നെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. ആത്മാനം പ്രകൃതിഷു അദ്ധാ നിധായ ശ്രേയ ആപ്നുയാത് രാജ്ഞാ തഥാ പ്രകൃതയോ നരദേവ ആഹിതാധയഃ. ഹേ നരദേവ, ഇവിടെ ചിത്രകേതുവിനെയാണ് വിളിക്കുന്നത്. രാജാവേ, പ്രകൃതിഷു പ്രജകളിൽ ആത്മാനം അദ്ധ തന്നെ സാക്ഷാത്തായിട്ട് നിധായ സമർപ്പിച്ച്, അതായത് പ്രജകളെ സംരക്ഷിക്കുക, അവരുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് രാജാവിന് സ്വയമേവ തോന്നണം. അതിനുവേണ്ടി സമർപ്പണം ചെയ്തിട്ടെന്നതുപോലെ പ്രവർത്തിക്കണം. അങ്ങനെ ശ്രേയഃ, അപ്പോഴാണ് രാജ്യസുഖത്തെ രാജാവ് ആപ്നുയാത് അനുഭവിക്കുന്നത്. അല്ലാതെ പ്രജകൾ ദുഃഖിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കുന്ന രാജാവ് രാജാവല്ല. തഥാ അതുപോലെ തന്നെ പ്രകൃതയഃ പ്രജകളും ഒരു രാജാവിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ സത്യസന്ധരായിട്ട് ജീവിക്കണം. അപ്പോൾ പ്രകൃതയഃ പ്രജകളും രാജ്ഞ രാജാവിനാൽ ആഹിതാധയഃ ഏർപ്പെടുത്തപ്പെട്ട സമ്പദ് സമൃദ്ധിയോടുകൂടിയവരായിട്ട് അതിനെ ഒന്നും ചൂഷണം ചെയ്യാതെ അതൊക്കെ ഒരു അനുഗ്രഹമായി കണ്ട് അവരുടെ ശ്രേയസ്സിനെയും അവരുടെ രാജ്യസുഖത്തെയും അനുഭവിക്കണം. ഇങ്ങനെ 2 കൂട്ടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹവർത്തിത്വത്തോടെ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്ത് സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്നത്. ഇവിടെ അങ്കിരസ് മഹർഷിക്ക് മനസ്സിലാകുന്നുണ്ട് രാജാവിന് എന്തോ ഒരു ദുഃഖമുണ്ട് എന്ന്. പക്ഷെ അത് നേരിട്ട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഒരു രാജാവായിട്ടിരിക്കുന്നയാളുടെ സ്വസ്ഥതയെ കെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. അതാണ് 19ാമത്തെ ശ്ലോകം. അപി ദാരാഹ പ്രജ അമാത്യാഹ ഭൃത്യാഹ ശ്രേണ്യഃ അഥ മന്ത്രിണഃ പൗരാഹ ജാനപദാഹ ഭൂപാഹ
ആത്മജാഹ വശവർത്തിനഃ. അങ്ങയുടെ ദാരാഹ പത്നിമാർ, പ്രജകൾ, അമാത്യാഹ കാര്യസ്ഥന്മാർ, ഭൃത്യാഹ സേവകന്മാർ, ശ്രേണ്യഃ വ്യവസായികൾ, മന്ത്രിണഃ അങ്ങയെ ഉപദേശിക്കുന്ന മന്ത്രിമാർ, പൗരാഹ നഗരത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, ജാനപദാഹ ഇനി നാട്ടിൻ പുറത്തുള്ളവർ, ഭൂപാഹ അതായത് സാമന്ത രാജാക്കന്മാർ. ഇദ്ദേഹം ഒരു ചക്രവർത്തിയാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ അധീനതയിൽ ചെറിയ ചെറിയ നാടുകൾ ഭരിക്കുന്ന നാടുവാഴികൾ ഉണ്ടാകും. ഇവരും അതിനും പുറമെ ആത്മജാഹ മക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കാതെ അങ്ങയുടെ മക്കൾ ഇവരെല്ലാം അഭിവശവർത്തിനഃ അങ്ങയുടെ അധീനതയിൽ തന്നെ അങ്ങയെ അനുസരിച്ചുകൊണ്ട് ഇവരൊക്കെ നിൽക്കുന്നില്ലേ, അങ്ങനെ അല്ലാതെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് നമുക്ക് അധീനത്തിലാണെങ്കിൽ ഈ ലോകത്ത് നമ്മെ മറ്റൊന്നും തന്നെ അലോസരപ്പെടുത്തുകയില്ല. അതാണ് 20-ാമത്തെ ശ്ലോകം. യസ്യ ആത്മാനുവശഃ ചേത് സ്യാത് സർവേ തദ് വശകാ ഇമേ ലോകാഹ സപാലാഹ യച്ഛന്തി സർവേ ബലിം അതന്ത്രിതാഹ. യസ്യ ഏതൊരാൾക്ക് അല്ലെങ്കിൽ രാജാവിന് തൻ്റെ മനസ്സ് തനിക്ക് അനുവശഃ സ്വാധീനമായിട്ട് സ്യാത് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇമേ സർവേ ഇപ്പോൾ സൂചിപ്പിച്ച ഇവരെല്ലാവരും തദ്വശകാഹ അദ്ദേഹത്തിന്റെ അധീനതയിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമുക്ക് അധീനത്തിലാണെങ്കിൽ, നമ്മുടെ അധീനതയിലാണെങ്കിൽ എന്തോ ഒരു കാരണത്താൽ എല്ലാവരും നമ്മെ അനുസരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ സപാലാഹ പാലകന്മാർ ഉൾപ്പെടെയുള്ള സർവേ ലോകാഹ എല്ലാ ലോകരും അതന്ത്രിതാഹ മടി കൂടാതെ ബലിം യച്ഛന്തി അവർ ചെയ്യേണ്ട കാര്യത്തെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ രാജാവിന് മനസ്സമാധാനം ഉണ്ടാകും. ഇനി അങ്കിരസ് മഹർഷി കാര്യത്തിലേക്ക് കടക്കുകയാണ്. രാജാവെ, അങ്ങയെ കണ്ടത് മുതൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങയെ എന്തോ ഒരു ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന്. 21-ാമത്തെ ശ്ലോകം. ആത്മനാ പ്രീയതേന ആത്മാ പരതഃ സ്വതയേവ ലക്ഷയേ അലബ്ധകാമം ത്വാം ചിന്തയാ ശബലം മുഖം. നമ്മൾ സന്തുഷ്ടരല്ല എങ്കിൽ നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ മുഖം വിളിച്ചു പറയും. എങ്ങനെയൊക്കെ നമ്മൾ ചിരി വരുത്താനൊക്കെ ശ്രമിച്ചാലും നമ്മെ അടുത്തറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്തോ ഒരു പ്രശ്നത്തിലാണ് എന്ന്. അതാണ് അങ്ങ് ആത്മന തന്നെത്താൻ ന പ്രിയതേ സന്തോഷവാനായിരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പരതഃ അന്യരിൽ നിന്നോ സ്വതഃ ഏവവ തന്നിൽ നിന്ന് തന്നെയോ അലബ്ധകാമം എന്തോ ഒരു ആഗ്രഹം സാധിക്കാതെ വരുന്നവനായിട്ട് ത്വാം ലക്ഷയെ അങ്ങ് കാണപ്പെടുന്നു. ചിന്തയ എന്തൊക്കെയോ ഒരു വിചാരത്താൽ ചിന്തയാൽ അങ്ങയുടെ മുഖം ശബലം വിവർണമായിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങയുടെ മനസ്സിനെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്. അങ്കിരസ് മഹർഷിക്ക് അറിയാം ഇദ്ദേഹത്തിന് മക്കളില്ല, അതാണ് അദ്ദേഹത്തിന്റെ ദുഃഖമെന്നും അറിയാം. പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ ആ പ്രശ്നം അനുഭവിക്കുന്നവർ തന്നെ തുറന്നു പറയണം. അങ്ങനെ പറയുന്നതിലൂടെ കുറെയൊക്കെ ഒരു സാന്ത്വനം അവർക്ക് സ്വയം ലഭിക്കുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ തന്നെ പകുതി ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളവരുമായിട്ട് പ്രശ്നങ്ങൾ തുറന്നു പറയണം എന്ന് പറയുന്നത്. അപ്പോൾ 22-ാമത്തെ ശ്ലോകം. ഏവം വികൽപ്പിതോ രാജൻ വിദുഷാ മുനിനാ അപി സഹ പ്രശ്രയ അവനതഃ അഭ്യാഹ പ്രജാകാമഃ തതോ മുനിം. ഇവിടെ ശുകബ്രഹ്മർഷിയാണ് പറയുന്നത്, ഹേ രാജൻ, വിദുഷാ അപി അറിയുന്നവനാണെങ്കിൽ കൂടി, എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണെങ്കിലും കൂടി, മുനിന
അങ്കിരസ് മുനിയാൽ ഏവം വികൽപ്പിതഃ ഇപ്രകാരം ആശങ്കയോടെ ചോദിക്കപ്പെട്ട പുത്രകാമഹ സഹ സന്താനകാംക്ഷിയായിട്ടിരിക്കുന്ന ആ ചിത്രകേതു പ്രശ്രയ അവനതഃ വിനയാന്വിതനായിട്ട് തതഃ അഭ്യാഹ അതിന് മറുപടി പറഞ്ഞു. മഹർഷി ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നതുപോലെ കാത്തിരുന്ന ചിത്രകേതു ഉടൻ തന്നെ മറുപടി പറയുകയാണ്. ചിത്രകേതുരുവാച 23-ാമത്തെ ശ്ലോകം. ഭഗവാൻ കിം ന വിദിതം തപോജ്ഞാന സമാധിഭിഃ യോഗിനാം ധ്വസ്തപാപാനാം ബഹിഃ അന്തഃ ശരീരിഷു. ഹേ ഭഗവൻ, തപോജ്ഞാന സമാധിഭിഃ, തപസ്, അതിലൂടെ കിട്ടുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തുമ്പോഴുള്ള സമാധി, ഇങ്ങനെയൊരു അവസ്ഥയിലെത്തുമ്പോൾ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ധ്വസ്തമാകുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഉള്ളിലെ എല്ലാ കൽമഷങ്ങളും വാസനകളും എരിഞ്ഞില്ലാതാകുമ്പോൾ ആ മനുഷ്യൻ യോഗിയായിത്തീരുന്നു. അവൻ്റെ ഹൃദയം അത്രയും സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്നു. ഒപ്പം തന്നെ ആ യോഗിയുടെ മനസ്സ് പ്രപഞ്ച മനസ്സുമായിട്ട് ഏകീകരിക്കപ്പെടുന്നതിനാൽ സർവജ്ഞാനിയായിട്ട്, അതായത് തൻ്റെ മുന്നിൽ വരുന്നവരുടെയൊക്കെ മനസ്സിനെ അറിയാൻ പോലും സാധിക്കുന്നു. അതാണ് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ധ്വസ്തപാപാനാം, നശിപ്പിക്കപ്പെട്ട പാപത്തോടുകൂടിയ യോഗിനാം, യോഗികൾക്ക്, ശരീരിഷു, മനുഷ്യരുടെ വിഷയത്തിൽ, ബഹിഹി, പുറത്തും, അന്തഃ, അകത്തുമുള്ളത്, ന വിദിതം കിം, അറിയപ്പെടാത്തതാണോ? അങ്ങ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നോടിത് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം. കാരണം അങ്ങയെ പോലുള്ളവരുടെ ഹൃദയം അത്രയും ശുദ്ധമാണ്. മനുഷ്യന്റെ മനസ്സിലുള്ളതും അറിയാൻ മാത്രമുള്ള ജ്ഞാനികളും ആകുന്നു. എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. 24-ാമത്തെ ശ്ലോകം. തഥാപി പൃച്ഛതോ ബ്രൂയാം ബ്രഹ്മൻ ആത്മനി ചിന്തിതം ഭവതോ വിദുഷഃ ച അപി ചോദിതഃ ത്വദനുജ്ഞയാ. തഥാപി, എന്നിരിക്കലും ഹേ ബ്രഹ്മൻ, വിദുഷഃ ച അപി, അങ്ങേക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന്. എങ്കിലും അങ്ങ് പൃച്ഛതഃ, ചോദിച്ച സ്ഥിതിക്ക്, ഭവതഃ, അവിടുത്തോട്, ത്വദനുജ്ഞയാ, അവിടുത്തെ അനുവാദത്തോടെ, ചോദിതഃ, പ്രചോദിതനായിട്ട്, ആത്മനി ചിന്തിതം, എൻ്റെ ഉള്ളിലുള്ള വിചാരത്തെ, ബ്രൂയാം, ഞാൻ വ്യക്തമാക്കട്ടെ. തനിക്ക് കിട്ടിയ ഐശ്വര്യത്തെ പറ്റി അത്രയും ബോധവാനാണ്. എങ്കിലും ഇപ്പോഴത്തെ എൻ്റെ ദുഃഖം മക്കളില്ലാത്തതാണ് എന്ന് പറയുന്നു. 25-ാമത്തെ ശ്ലോകം. ലോകപാലൈഹി അപി പ്രാർത്ഥ്യാഹ സാമ്രാജ്യ ഐശ്വര്യ സമ്പദഃ ന നന്ദയന്തി അപ്രജം മാം ക്ഷുദ്രട് കാമം ഇവ അപരേ. ലോകപാലൈഹി അപി, ഇന്ദ്രാദി ദിക്പാലന്മാരാൽ പോലും പ്രാർത്ഥ്യാഹ, ആഗ്രഹിക്കപ്പെടാവുന്ന തരത്തിലുള്ള സാമ്രാജ്യ ഐശ്വര്യ സമ്പദഃ, സാമ്രാജ്യവും ഐശ്വര്യവും സമ്പത്തും ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ദുഃഖം അപ്രജ, എനിക്ക് മക്കളില്ല. അങ്ങനെ മക്കളില്ലാത്ത ഈ ഞാനിപ്പോൾ ഏതുപോലെ ദുഃഖിക്കുന്നു എന്ന് പറയുന്നു. ക്ഷുദ്രട് കാമം, വിശപ്പും ദാഹവും കൊണ്ട് ആഹാരം മാത്രം മതി, ഒരിത്തിരി ആഹാരം കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഞാൻ ഈ രാജ്യം തരാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമാകുമോ? ഒരിക്കലുമില്ല. വിശന്നിരിക്കുന്നവന് ആഹാരമാണ് വേണ്ടത്, ദാഹിക്കുന്നവന് വെള്ളമാണ് വേണ്ടത്. ഇതുപോലെ അപ്പോൾ ക്ഷുദ്രട് കാമം, വിശപ്പും ദാഹവും കൊണ്ട് ആഹാരം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനെ അപരെ മറ്റു സുഖങ്ങളൊന്നും സന്തോഷിപ്പിക്കുന്നില്ല ഇവ എന്നതുപോലെ എന്നെ, മാം, എന്നെ, ഇപ്പോഴുള്ള എൻ്റെ ഈ സമ്പദ് സമൃദ്ധി ഒന്നും തന്നെ നന്ദയന്തി, സന്തോഷിപ്പിക്കുന്നില്ല. എനിക്ക് ഇനി വേണ്ടത് ഒരു കുഞ്ഞാണ്, അത് മാത്രമാണ് ഇനി എന്നെ സന്തോഷിപ്പിക്കുക. 26-ാമത്തെ ശ്ലോകം.
തതഃ പാഹി മഹാഭാഗ പൂർവൈഃ സഹ ഗതം തമഃ യഥാ തരേമ ദുസ്താരം പ്രജയാ തദ്വിധേഹി നഃ. തതഃ ആകയാൽ ഹേ മഹാഭാഗ, എന്നെ പാഹി രക്ഷിക്കണം. പൂർവൈഹി സഹ പൂർവികന്മാരോടുകൂടെ ഗതം സംപ്രാപ്തമായിട്ടിരിക്കുന്ന, അതായത് എൻ്റെ പൂർവികന്മാർ മക്കളുള്ളത് കൊണ്ടാണ് ചില നരകങ്ങളിൽ പോകാതെ ഇരുന്നത്. അങ്ങനെ അവർക്ക് ഏതൊരു നരകത്തെ സന്താന ലാഭത്തിലൂടെ തരണം ചെയ്യാൻ സാധിച്ചുവോ, അങ്ങനെ ദുസ്തരം തരണം ചെയ്യാനാവാത്ത തമഹ നരകത്തെ എങ്ങനെയായാൽ പ്രജയ സന്താന ലാഭത്തിലൂടെ യഥാതരേമ എങ്ങനെയായാൽ തരണം ചെയ്യാമോ, ഏതുപോലെയാണോ എൻ്റെ പൂർവികർ സന്താന ലാഭത്തിലൂടെ ഇത്തരം നരകങ്ങളെ തരണം ചെയ്തത്, അങ്ങനെയുള്ള ആ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യതയെ തുറന്നു തരുന്ന തത് ആ പ്രജാ സൗഭാഗ്യം, അതായത് മക്കൾ സന്താന സൗഭാഗ്യത്തെ നഹ വിധേഹി ഞങ്ങൾക്ക് ചെയ്തു തന്നാലും. ശ്രീശുക ഉവാച 27-ാമത്തെ ശ്ലോകം. ഇതി അർത്ഥിതഃ സഹ ഭഗവാൻ കൃപാലുഃ ബ്രഹ്മണഃ സുതഃ ശ്രപയിത്വാ ചരും ത്വാഷ്ട്രം ത്വഷ്ടാരം അയജത് വിഭുഃ. ഇതി അർത്ഥിതഃ ഇപ്രകാരം പ്രാർത്ഥിക്കപ്പെട്ടവനും കൃപാലുഹു കാരുണികനും ബ്രഹ്മണഃ സുതഃ ബ്രഹ്മാവിന്റെ മകനും ആയിട്ടുള്ള സഹ ഭഗവാൻ ആ ഋഷിശ്രേഷ്ഠൻ അംഗിരസ് മഹർഷി ത്വാഷ്ട്രം ആദിത്യ ദേവതാത്മകമായ ചരും ഹവിസിനെ ശ്രപയിത്വാ പാകം ചെയ്തിട്ട് ഹവിസ് തയ്യാറാക്കി ത്വഷ്ടാരം ആ ത്വഷ്ടാവിനെ അയജത് യജ്ഞം കൊണ്ട് ആരാധിച്ചു. അപ്പോൾ സന്താന സൗഭാഗ്യത്തിനായിട്ട് ത്വഷ്ടാവിനെയാണ് യാഗം ചെയ്ത് പ്രീതിപ്പെടുത്തുന്നത്. ഇങ്ങനെ യജ്ഞം ചെയ്തതിൻ്റെ ആ യജ്ഞോച്ഛിഷ്ടം അഥവാ യജ്ഞപ്രസാദത്തെ രാജാവിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാര്യയായ കൃതദ്യുതിക്ക് കൊടുക്കുകയാണ്. 28-ാമത്തെ ശ്ലോകം. ജ്യേഷ്ഠാ ശ്രേഷ്ഠാ ചയാ രാജ്ഞോ മഹീഷിണാം ച ഭാരത നാംനാ കൃതദ്യുതിഃ തസ്യൈ യജ്ഞ ഉച്ഛിഷ്ടം അദാത് ദ്വിജഃ. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത്തെ, രാജ്ഞഃ മഹീഷിണാം രാജാവിന്റെ റാണിമാരിൽ വെച്ച് ജ്യേഷ്ഠ ആദ്യത്തവളും ശ്രേഷ്ഠ ഉന്നത കുലജാത അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള കൃതദ്യുതിഹി നാമ കൃതദ്യുതി എന്ന പേരുള്ള യാതൊരുവൾ ഉണ്ടായിരുന്നുവോ തസ്യൈ അവൾക്ക് ദ്വിജഃ ആ അംഗിരസ് മഹർഷി യജ്ഞോച്ഛിഷ്ടം യജ്ഞശേഷത്തെ അദാത്ത് കൊടുത്തു. 29-ാമത്തെ ശ്ലോകം. അഥ ആഹ നൃപതിം രാജൻ ഭവിതാ ഏകഃ തവ ആത്മജഃ ഹർഷശോകപ്രദഃ തുഭ്യം ഇതി ബ്രഹ്മസുതോ യയൗ. അഥ അനന്തരം ബ്രഹ്മസുതഃ ബ്രഹ്മപുത്രനായ അംഗിരസ് മഹർഷി നൃപതിം ആഹ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ രാജൻ, അല്ലയോ രാജാവേ, തവ അങ്ങേക്ക് ഏകഃ ആത്മജഃ ഒരു പുത്രൻ ഭവിത ഉണ്ടാകുന്നതാണ്. എന്നാൽ അവൻ തുഭ്യം അങ്ങേക്ക് ഹർഷ ശോകപ്രദഃ സന്തോഷത്തെയും ഉണ്ടാക്കും, ഒപ്പം സന്താപത്തെയും സങ്കടത്തെയും ഉണ്ടാക്കുന്നവനായിരിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞ് ഇതി എന്ന് പറഞ്ഞ് യയൗ അംഗിരസ് മഹർഷി അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങൾ ഉണ്ടാകാം എന്ന് മാത്രമാണ് രാജാവ് ധരിച്ചുള്ളൂ. പക്ഷേ വളരെ വ്യക്തമായിട്ട് തന്നെ അംഗിരസ് മഹർഷി സൂചിപ്പിച്ചിരുന്നു, ഈ മകൻ അങ്ങയെ ഒരുപാട് സന്തോഷിപ്പിക്കും, അതുപോലെ ഈ മകൻ തന്നെ അങ്ങയുടെ ദുഃഖത്തിനും കാരണമായി തീരും. 30-ാമത്തെ ശ്ലോകം. സാ അപി തത് പ്രാശനാത് ഏവ ചിത്രകേതോഃ അധാരയത് ഗർഭം കൃതദ്യുതിഃ ദേവി കൃത്തിക അഗ്നേഃ ഇവ ആത്മജം. സാ കൃതദ്യുതിഃ ആ കൃതദ്യുതി ദേവി അപി
പട്ടമഹിഷിയാകട്ടെ തത് പ്രാശനാത് ഏവ ആ യജ്ഞശിഷ്ട അന്നത്തെ ഭക്ഷിച്ചതിനാൽ ശുദ്ധയായി തീർന്ന് പിന്നീട് ചിത്രകേതുവിൽ നിന്ന് ഏതുപോലെയാണോ കൃത്തികാദേവി സുബ്രഹ്മണ്യ സ്വാമിയെ അഗ്നിദേവനിൽ നിന്ന് ഗർഭത്തിൽ സ്വീകരിച്ച കൃത്തികാദേവി എങ്ങനെയാണോ ഐശ്വര്യമുള്ള ആ സ്വാമിയെ പ്രസവിച്ചത് എന്നതുപോലെ ഈ കൃതദ്യുതി ആത്മജം ഒരു പുത്രനെ ഗർഭം അധാരയത് ഗർഭത്തെ ധരിച്ചു. കൃത്തികാദേവി പുത്രനെ സ്വീകരിച്ചതുപോലെ, ഒരു മകനെ തന്റെ ഗർഭത്തിൽ സ്വീകരിച്ചതുപോലെ കൃതദ്യുതി ചിത്രകേതുവിൽ നിന്ന് ഗർഭം ധരിച്ചു. 31-ാമത്തെ ശ്ലോകം. തസ്യാഹ അനുദിനം ഗർഭഃ ശുക്ലപക്ഷ ഇവ ഉടുപഃ വവൃധേ ശൂരസേനേഷ തേജസ ശനകൈഹി നൃപ. ഹേ നൃപ, രാജാവേ, ശൂരസേന അധിപനായ ചിത്രകേതുവിന്റെ തേജസ, ആ തേജസ്സിൽ നിന്ന് അഥവാ വീര്യത്തിൽ നിന്നുണ്ടായ തസ്യാഹ ഗർഭഃ അവളുടെ ഗർഭം ഏതുപോലെ വളർന്നു വന്നു. ശുക്ലപക്ഷേ ഉടുപഹ ഇവ വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ എങ്ങനെയാണോ പൂർണ്ണചന്ദ്രനായിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ദിവസവും അങ്ങനെ വിടർന്നു വരുന്നത്, അതുപോലെ വളർന്നു വരുന്നത്. ഇവ ശനകൈഹി വവൃധേ മെല്ലെ മെല്ലെ വളർന്നു വന്നു. അപ്പോൾ ഈ കൃതദ്യുതിയുടെ മുഖവും തെളിഞ്ഞു, രാജാവിന്റെ മനസ്സും തെളിഞ്ഞു, ആ രാജ്യത്തിലുള്ള എല്ലാവരുടെ ഹൃദയവും തെളിഞ്ഞു എന്ന് കാണിക്കാനാണ് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ ഓരോ ദിവസവും ആ ഗർഭം വളർന്നു വന്നു എന്ന് പറയുന്നത്. 32-ാമത്തെ ശ്ലോകം. അഥ കാല ഉപാവൃത്തെ കുമാരഃ സമജായത ജനയൻ ശൂരസേനാനാം ശൃണ്വതാം പരമാം മുദം. അങ്ങനെ അഥ കാലേ ഉപാവൃത്തെ പ്രസവകാലം എത്തിയപ്പോൾ ഈ വാർത്ത ശൃണ്വതാം കേൾക്കുന്ന ശൂരസേനാനാം ശൂരസേന ദേശ നിവാസികൾക്കെല്ലാം പരമാം മുദം ജനയൻ വലിയ ആഹ്ലാദത്തെ ജനിപ്പിച്ചുകൊണ്ട് ഒരു കുമാരഹ ആൺകുട്ടി സമജായത പിറന്നു. 33-ാമത്തെ ശ്ലോകം. ഹൃഷ്ടോ രാജാ കുമാരസ്യ സ്നാതഃ ശുചിഃ അലങ്കൃതഃ വാചയിത്വാ ആശിഷോ വിപ്രൈഃ കാരയാമാസ ജാതകം. ഹൃഷ്ടഃ രാജ സന്തുഷ്ടനായ രാജാവ് സ്നാതഃ കുളിച്ച് ശുചിഃ ശുദ്ധനായി അലങ്കൃതഃ അലങ്കരിച്ച് കുമാരസ്യ ആ ബാലന് ബ്രാഹ്മണൈഹി ബ്രാഹ്മണരെ കൊണ്ട് ആശിഷഃ ആശീർവാദ മന്ത്രങ്ങളെ വാചയിത്വ ചൊല്ലിച്ച് ജാതകം കാരയാമാസ ജാതകർമ്മത്തെ ചെയ്യിപ്പിച്ചു. ഇത് ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ജാതകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രഹനില നോക്കി ഗണിക്കുന്നതിനെയാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഭാവി കാലത്തിലേക്ക് വേണ്ടുന്ന നാമകരണാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഈ ജാതകർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അത്രയും സന്തുഷ്ടനായ രാജാവ് ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ആശീർവാദ മന്ത്രം ചൊല്ലിപ്പിച്ചിട്ട് അങ്ങനെ ജാതകർമ്മം ചെയ്യിച്ചു. 34-ാമത്തെ ശ്ലോകം. തേഭ്യോ ഹിരണ്യം രജതം വാസാംസി ആഭരണാനി ച ഗ്രാമാൻ ഹയാൻ ഗജാൻ പ്രാദാത് ധേനൂനാം അർബുദാനി ഷഡ്. ഇങ്ങനെ സന്തോഷാധിക്യത്താൽ ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കാനായിട്ട് തേഭ്യ അവർക്ക് ഹിരണ്യം പൊന്ന്, രജതം വെള്ളി, വാസാംസി അവർക്ക് വസ്ത്രങ്ങൾ, ആഭരണാനി ആഭരണങ്ങൾ മാത്രമല്ല ഗ്രാമാൻ അവർക്ക് വേറെ തന്നെ ഗ്രാമങ്ങളെ കൊടുത്തു, ഹയാൻ കുതിരകളെ, ഗജാൻ ആനകളെ, ധേനൂനാം പശുക്കളുടെ ഷഡ് അർബുദാനി 6 കോടികൾ. അപ്പോൾ 6 കോടി പശുക്കളെയൊക്കെ പ്രാദാത് ദാനം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ആ സന്തോഷാധിക്യത്തെയാണ് കാണിക്കുന്നത്. പണം കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്ന അത്രയും ഐശ്വര്യ സമ്പദ് സമൃദ്ധിയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ജനിച്ചപ്പോൾ ആ സന്തോഷം കാണിക്കാൻ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള
സമ്പത്തിങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.